ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൂട്ട് ബേ ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അവിടുത്തെ ബെറിയപ്പം എന്ന് പറയുന്നത് അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. പിന്നെ എപ്പോഴും നമുക്കതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ 240 rupees ആകും. അതിന് വർത്താണ്. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്കതൊന്ന് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇത് OHP ഷീറ്റാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലേഡി സ്റ്റോറുകളിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി. OHP ഷീറ്റ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഷീറ്റ് കട്ട് ചെയ്തിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതെടുത്തിരിക്കുന്നത്. ഇനി ഗ്ലാസ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഈ ഒരു ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ബെറിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ യോഗേർട്ടാണ്. അത് മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വാങ്ങുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ യോഗേർട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് സ്ട്രോബെറി ഫ്ലേവറും പിന്നെ ഒന്ന് ബ്ലൂബെറി ഫ്ലേവറുമാണ് വാങ്ങിയിരിക്കുന്നത്. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് സ്ട്രോബെറി മാത്രമേ ഇഷ്ടമുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം വെക്കാം. അതല്ല മാംഗോ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് വെച്ചിട്ട് മാത്രമാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മ്യൂസിലിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്കിതിപ്പം റോൾഡ് ആയിട്ടുള്ള ഓട്സ് ഒക്കെ എടുക്കുന്നെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സ്ട്രോബെറി ഫ്ലേവറിലെ നമ്മുടെ യോഗേർട്ടാണ്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സ്ട്രോബെറിയുടെ പൾപ്പാണ്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങുന്ന സ്ട്രോബെറിന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറും കുറച്ച് വെള്ളവും മാത്രം ആഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പുറത്തുനിന്ന് വാങ്ങിക്കുക. വലിയ ബോട്ടിലായിട്ടായിരിക്കും അത് കിട്ടുന്നത്. അപ്പോൾ വീട്ടിലൊരു ചെറിയൊരു ബോക്സ് വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നവർ ഇതൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിനി ഈ പൾപ്പാണ് നമ്മൾ ഈ ഒരു ലെയർ കഴിഞ്ഞിട്ട് ഇടാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്ലൂബെറിയുടെ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മളിനി കുറച്ചുകൂടെ മ്യൂസിലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതല്ല, ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഐസ്ക്രീം ഇടാം. നെക്സ്റ്റ് നമ്മൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ ഐസ്ക്രീം കണ്ട ആരും ഞെട്ടരുത്. നമ്മൾ പുറത്ത് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും നല്ല വെയിലുള്ള സമയമാണല്ലോ. അപ്പോൾ അത് കാരണം ഇതൊന്ന് മെൽട്ടായി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഐസ്ക്രീമാണ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ ഒരു പൾപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ സ്ട്രോബെറിയുടെ യോഗേർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കൂടുതലായിട്ട് സ്ട്രോബെറിയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ലെയറിലേക്ക് ഞാൻ ഈ ഒരു ബ്ലൂബെറി ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആർക്കെങ്കിലും അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഐസ്ക്രീം ഒരു ലെയർ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളിവിടെ ഈ ഒരു സ്ട്രോബെറിയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം മെൽട്ടായിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഇടുമ്പോൾ ടോപ്പിൽ ഇങ്ങനെ കാണാൻ സാധിക്കാത്തത്. അങ്ങനെ നമ്മുടെ ബെറി അപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിത് എടുക്കുവാണേ. കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ 4 പേരുണ്ട് കഴിക്കാൻ. അപ്പം അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. അപ്പം ഇത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ ലെയേഴ്സ് കുറച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ കഴിക്കുള്ളൂ. ഇപ്പോൾ വീട്ടിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വീട്ടിലെല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാം.